ഏറിപ്പോയാൽ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ 10, 50, 60 വർഷം ജീവിക്കും. അതിൽ സന്തോഷങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, വിജയങ്ങളുണ്ടാവും. പക്ഷേ നമുക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ എത്ര കാലമാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേ ഒരു ഉസ്താദ് ഒരു കുട്ടിനോട് ചോദിക്കുകയാണ്. ഒരു യൂട്യൂബർ ചെന്നിട്ട് മൈക്കേറ്റ് ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, മോനെ ഖുർആനിൽ എത്ര ജ്യൂസ് ഉണ്ട് എന്ന്. 10ാം ക്ലാസ്സിൽ പഠിക്കണ ആ പൊന്നു മോൻക്ക് അതിന് ഉത്തരം പറയാൻ പറ്റാതെ അവന് എന്താ പറയാ മൗനമായിട്ട് നിൽക്കാണ്. ഈ മൗനത്തിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഞാനും നിങ്ങളൊക്കെ സീറോ ആണ്. നാളെ പരലോകത്തും ഈ മോൻ ആ മൗനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വളർത്തിണ്ടാക്കിയ ഞാനടക്കമുള്ള മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മളെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഭൗതിക ലോകം നേടണ്ടെന്നോ അല്ല, ഇൽമും കൂടി നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ കാലം. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ മക്കളെ കാര്യമാണെങ്കിൽ ഞാൻ ആലോചിച്ച്, നമ്മൾ എല്ലാവരും മക്കൾക്ക് എന്താ പറയുക നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ആ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഇൽമും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ജീവിച്ചാലും മരിച്ചാലും നമുക്കൊരു ഗുണമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ മക്കളെല്ലാവരും പോകുമ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ഇടാം. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മറുപടിയും പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കണ്ടെന്നോ വിദ്യാഭ്യാസം നേടണ്ടെന്നോ അല്ല, അതിൻ്റെ കൂടെ ഇൽമും കൂടിയും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇന്നലെ ആ യൂട്യൂബറിൻ്റെ മുന്നിൽ, ആ ചെങ്ങായിൻ്റെ ആ ഉസ്താദിൻ്റെ മുന്നിൽ അങ്ങനെ വഷളായിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടുന്ന ഓരോരോ വീഡിയോസിന് വന്നിട്ട് ഓരോരുത്തർ ഞാൻ നെഗറ്റീവാണ്. ഇതൊക്കെ നമ്മളെ ലോകത്തും നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുമ്പോൾ അത് നിങ്ങൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാട്ടാ. ഞാൻ പറഞ്ഞത് ഞാൻ വലിയ ആലിമോ അല്ലെങ്കിൽ വലിയ ഉസ്താദൊന്നല്ല. പക്ഷേ എനിക്കുണ്ട് മക്കള്, അവരെന്താവുന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മക്കളും ചിലപ്പോൾ ആ കുട്ടി ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അറബി പഠിച്ചിട്ടുണ്ടാവും, ആ കുട്ടിക്ക് ഓർമ്മയില്ലായിട്ടാണോ ഒന്നുമല്ല, പല ചോദ്യങ്ങളും ചോദിക്കുന്നത് ഞാൻ മറുപടി പറയാൻ പറ്റണില്ല ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി ഇംഗ്ലീഷ് നല്ല സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് കൊണ്ട് മാത്രം ഇവിടെ ജീവിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ജീവിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്ര വർഷമാണെന്നുള്ളത് എനിക്കും പറയാൻ പറ്റൂല, നിങ്ങൾക്കും പറയാൻ പറ്റൂല. എന്തായാലും നമ്മളെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ഇൽമും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കാര്യം എന്താവും എന്നുള്ളത് പടച്ച റബ്ബിനെ അറിയുള്ളൂ. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടാലും നമുക്കൊരു മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഇൽമു വേണം. അത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. ഓക്കെ, അത്രേ ഉള്ളൂ.